എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22-ാം തീയതി നടക്കുന്ന കോമൺ എക്സാമിൽ വരുന്ന ഒരു പോസ്റ്റാണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. അപ്പോൾ കഴിഞ്ഞ തവണ, അതായത് ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ എത്ര വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ എത്ര വേക്കൻസി അതിനുശേഷം വന്നു, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വന്നു, എത്ര പേർക്ക് അഡ്വൈസ് പോയി, എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 325/2020 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20/1/2021 മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സെലക്ഷൻ 4 സ്റ്റേറ്റ് വൈഡ് ആണ്. ആപ്ലിക്കേഷൻ റിസീവ്ഡ് 18,510. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 5,173. OMR എക്സാം നടന്ന തീയതി 31/12/2021. ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 27/2/2023. റാങ്ക് ലിസ്റ്റ് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൽ ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്വാളിഫിക്കേഷൻ ഏജ് 18 മുതൽ 36 വയസ്സ് വരെയായിരുന്നു. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. പാസ് ഇൻ SSLC ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. അതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് നോക്കാം. എത്രയായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്, അതുപോലെ തന്നെ എത്ര പേര് വന്നിട്ടുണ്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ OMR ടെസ്റ്റ് നടന്ന തീയതി 31/12/2021 ആണ്. അപ്പോൾ ഇതിൽ 669 പേര് മെയിൻ ലിസ്റ്റിലും 697 പേര്. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ 669 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 697 പേരുമാണ് വന്നിട്ടുള്ളത്. ഡിഫറൻ്റ് ഏബിൾ ലിസ്റ്റ് 53 പേര്. ടോട്ടൽ 1419 പേരാണ്. കട്ട് ഓഫ് 59.67 മാർക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 669 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ കാലാവധി തീർന്നോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറയുന്നത് 17/8/2023 ആണ്. അപ്പോൾ ഇത് 3 വർഷം കാലാവധി ഉണ്ടല്ലോ. അപ്പോൾ 2026 ഓഗസ്റ്റിൽ കാലാവധി കഴിയും. 2026 ഓഗസ്റ്റിൽ കാലാവധി കഴിയും. ഓക്കെ, അപ്പോൾ ഇനിയും ഉണ്ട് ഇനി 1 വർഷം കൂടി വാലിഡിറ്റി ഉണ്ട് അതിന്. ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ടോട്ടൽ അഡ്വൈസ് 101 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിലാകെ 7 വേക്കൻസിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ 101 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 21/7/2025 ആണ്. ഓക്കെ, ജൂലൈയിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറയുന്നത് OC 125-ാം റാങ്ക് വരെ പോയിട്ടുണ്ട്. EWS 143, ഈഴവ 133, SC 501, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6, മുസ്ലിം വിത്തിൻ OC ആണ് പോയിട്ടുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഈ അഡ്വൈസ് പോയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/7/2025 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 101 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജൂലൈ 31-ന് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 6 NJDക്ക് ഈ അഡ്വൈസ് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 6 NJDക്ക് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ ഒരു ഫ്രഷ് വേക്കൻസിക്ക് അഡ്വൈസ് പോയിട്ടില്ല. അതാണ് ഇനി അടുത്ത പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.